മുത്തേ മുത്തേ. ഓ അച്ചടാ മാളു ആണവാ. മുത്തന്തേ? അവൾക്ക് നല്ല സുഖമില്ല, അവളവിടെ കിടക്കുന്നു. ആണോ? ഞാൻ പോയി കണ്ടിട്ട് ഇതന്നെ ഇവിടെ ഇരിക്കുന്നേ. ചെല്ല്. മുത്തേ. ആ ഹലോ. ഇതെന്തത്? ഒരു പനിക്കോൾ ഉണ്ടോന്നൊരു ഡൗട്ട്. പനിയുണ്ടോ? പനി ഇല്ല, ഉൾപ്പനിയാണ്. നല്ല തലയില് വെയിറ്റും ചെറിയ രീതിയിൽ ജലദോഷവും ചുമക്കൊരു കോളും ഒക്കെയാണ്. വൈറൽ ഫീവർ അങ്ങനെയാണോ? മിക്കവാറും ആയിരിക്കും. എനിക്ക് വരുമോ? നീ ഒന്ന് പോയിട്ട് സാനിറ്റൈസർ ഒക്കെ തേച്ചു. ജലദോഷം ഉണ്ടല്ലേ? തുടങ്ങി. ഇത്രയും വൃത്തികെട്ട ഒരു അസുഖം. സത്യം. നമ്മൾ ഈ എല്ലാ ദിവസവും ശ്വസിക്കുമ്പോ അതിന്റെ വില അറിഞ്ഞൂടെ? ഈ ജലദോഷം വരുമ്പോ ഉണ്ടല്ലോ, ഒന്ന് ശ്വസിച്ചാ മതി. എനിക്കിപ്പോ ഈ കിടക്കാൻ പറ്റൂല, കമ്മന്നൊന്നും കിടക്കാൻ പറ്റില്ല ഒരുമാതിരി. നീ എവിടെ പോയ? ഞാൻ ഇതൊരു ഡ്രസ്സ് വാങ്ങിച്ചത്, അപ്പൊ അത് ഭയങ്കര ലൂസായിരുന്നു. അപ്പൊ അത് ഷേപ്പ് ചെയ്തിട്ട് വരാന്ന് വിചാരിച്ചു പോയിട്ട് വന്നു. അമ്മ കണ്ട? അതായിരുന്നു അവിടെ സൗണ്ട് കേട്ട അമ്മയുടെ. അല്ല, നിന്റെ അമ്മ ഇങ്ങോട്ട് പോവാൻ വേണ്ടി ഇറങ്ങായിരുന്നില്ല? അമ്മ അവനെ കൊണ്ട് എന്താ ക്വിസ് മത്സരം അങ്ങനെ എന്തോ പറഞ്ഞു. ക്വിസിലൊക്കെ പോവോ? അതെ, ഞാനും ആലോചിച്ചവ എന്തുദ്ദേശിച്ചാന്ന്. പഠിച്ചാന്നിട്ട്? എനിക്കറിയാമോ, ഞാൻ ഈ വയ്യാത്തോട്ടൊന്നും പോയില്ല. പിന്നെ എങ്ങനെ പോണ് നിന്റെ പ്രേമൊക്കെ? അതൊക്കെ പറയൂ. ഇങ്ങനെ ഇപ്പോണ്ട് പ്രേമൊക്കെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. സൈഡിൽ കൂടെ? ഞാൻ അതല്ല, ഞാൻ ആലോചിക്കുക നിന്നെ എങ്ങനെ സഹിക്കുന്നു ലല്ലു ചേട്ടൻ ആലോചിക്കുവായിരുന്നു. എനിക്ക് എന്തോ ഒരു പ്രശ്നം. അല്ല, എനിക്ക് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു വർത്താനം? എടി, ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടാ എങ്ങനെ സഹിക്കാനാണ് ആൾക്കാര്? അല്ല, അറ്റ്ലീസ്റ്റ് നിനക്കൊന്നും പറയാനില്ലേ ലല്ലു ചേട്ടനെ പറ്റി? കൊള്ളാം, നന്നായി പോണു. ഇങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ കണ്ടിട്ട് പോലും 2-3 ദിവസമായി. വിളിക്കൂലേ? വിളിച്ച ഞാൻ സമ്മതിക്കൂല വിളിക്കാൻ. പനിയാണെന്ന് അറിഞ്ഞൂടെ? നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റും ഇല്ലേ? ഇതെന്തോന്ന് പറയാൻ പോകുന്നത്? അങ്ങനെയാ പണ്ടത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാ പ്രേമിച്ചത്? അതുപോലെ കത്തൊക്കെ മറ്റേ കാമുകന്മാർക്കും കാമുകിമാർക്കൊക്കെ അപമാനമായി പോയിട്ടാ. നിനക്കറിയാത്തോണ്ട്. നിന്റെ വീട്ടിലെ പോലെയല്ല. നിന്റെ അമ്മയച്ചനും ചില്ലാന്ന് വെച്ചാൽ എന്റെ അമ്മയച്ചനും അങ്ങനെയൊന്നുമല്ല. തങ്കാന്റെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കും? ഈ മുഖം അല്ല തങ്കാന്റിയുടെ ഒറിജിനൽ മുഖം കേട്ടോ. ഇത് നിന്റെ അടുത്ത് കാണിക്കുന്ന മുഖം. പാവമാണ്, പക്ഷെ ലല്ലുച്ചാൻ ഇഷ്ടമൊന്നുമില്ല. ഞാൻ പ്രേമിക്കാനൊന്നും ഇഷ്ടമില്ല. ചുമയുണ്ടല്ലോ, നിങ്ങക്ക് ചുക്ക് കാപ്പി ഇട്ട് കുടിക്കായിരുന്നില്ലേ? ഇട്ട് കുടിക്കണം, എല്ലാം ഇട്ട് കുടിക്കണം. ഞാൻ ഇട്ടേ? അയ്യോ വേണ്ട. ഞാൻ ഉണ്ടാക്കും ശരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇല്ലേ യൂട്യൂബിൽ നോക്കിട്ട് പിസ്സ ഉണ്ടാക്കി. പിസ്സ ഉണ്ടാക്കി? എങ്ങനെ? അത് ഞാനിവിടെ ഉള്ള നിനക്കറിയാലോ. ഒരു പീസ് നിനക്ക് എനിക്ക് കൊണ്ടുവരാൻ തോന്നിയോ? ഇപ്പൊ ഞാൻ ചുക്ക് കാപ്പി ഇട്ടാന്ന് പറഞ്ഞ നീ പറഞ്ഞു പിസ്സ നീ കൊണ്ടുവന്നോ? അത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു സാധനം ശരിയായ അപ്പൊ ആ സന്തോഷത്തിൽ ഞാൻ തന്നെ എനിക്ക് കൊണ്ടുപോവാ. അത് ശരിക്കുള്ള പിസ്സയൊന്നുമല്ല. ഇന്നുണ്ടാക്കൂ? ഇന്ന് ഞാൻ വെറുതെ ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ പിസ്സ അങ്ങനെ. ഇനി എന്താ പരിപാടി? നീ ഒരു പരിപാടി ഇല്ല, ഉടുക്കത്തെ ചൂട് ഒന്നാമത്. നീ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലില്ല അല്ലേ? നീ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലില്ല അല്ലേ? ഉച്ചയ്ക്ക് ശേഷം ഇല്ല, ഉച്ചയ്ക്ക് ശേഷം ഞാൻ പോകും. നീ അങ്ങോട്ട് വരായിരുന്നു. വേണ്ട, ഇല്ലെങ്കിൽ തന്നെ നീ വരണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ട് എനിക്കും വല്ല തൊണ്ടവേദന ജലദോഷമായിരിക്കും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് അസുഖം വരും. ആരുടെങ്കിലും അടുത്തൊന്ന് സംസാരിച്ചാ മതി, അപ്പൊ കിട്ടിക്കോളൂ. അത് ഞാൻ പോട്ടെ, ഞാൻ കൂടുതൽ സമയം ഇവിടെ ഇരിക്കണ പേടിച്ചിട്ട്. ആത്മാർത്ഥ സ്നേഹം ഉണ്ടറിയാം, ഭയങ്കര സ്നേഹമായി. എന്നാ നീ ഇവിടെ ഇരിക്കും, നീ പോണ്ട. അങ്ങനെയല്ല, സ്നേഹം ഉണ്ടെന്ന് വിചാരിച്ചോണ്ട്. അസുഖത്തിൽ അതൊന്നും ഇല്ല. അമ്മ പറഞ്ഞില്ല എനിക്ക് വയ്യെന്ന്. എങ്കിൽ നീ ആ വഴി പോയാനിരിക്കും. എവിടെയാ അങ്ങനെയൊക്കെ ചെയ്യൂ? ഞാൻ അത്ര ദുഷ്ടത്തിയാണോ ഞാൻ? അതിൽ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് എന്റെ അടുത്ത് ആരും പറഞ്ഞില്ല നിനക്ക് പനിയാന്ന്. പക്ഷെ ഞാൻ സെൻസ് ചെയ്ത് ഞാൻ മനസ്സിലാക്കി. അടച്ചു വെച്ചിട്ട് കുറയ്ക്കങ്ങോട്ട് ഞാൻ പോട്ടടി, എനിക്ക് വയ്യ. ഇനിയിപ്പൊ അമ്മയൊക്കെ പോയിട്ടേ കിടക്കാൻ പറ്റും. മിക്കവാറും അടുത്ത ആഴ്ച നീ എന്നെ കാണാൻ വരേണ്ടി വരും. മിക്കവാറും റെസ്റ്റ് എടുക്കട്ടാ. പോയി സാനിറ്റൈസർ ഒക്കെ അടിക്കാൻ.
മുത്തേ എങ്ങനുണ്ട്? കുഴപ്പമില്ല. തലവേദന ഉണ്ടോ? തല കനമുണ്ട്. എന്നാ കട്ടിലേ പോയി കിടക്കുന്നീ എന്നാ പിന്നെ. പോയിട്ട് കിടക്കാം. ഏ ചൂടുണ്ടാമോ? ചൂടങ്ങനെ കാണുന്നില്ല. കഴിച്ചല്ലോ മാറിക്കോളും. അമ്മ പറഞ്ഞേ ഈ അമ്മയുടെ സാരി ഒന്ന് കുത്തി തന്നെ. ഇല്ല ഇവിടെ ഒന്ന് ഇരിപ്പുണ്ടായി ദൈവമേ. എന്നാ ചുമയുമുണ്ട്. ചുമയില്ല, ഇടവിട്ടുള്ളൂ. പറയുമ്പോ കേക്കണം കുറച്ച്. മഴയത്ത് നനയല്ലേ എന്ന് നിന്നോട് ഞാൻ പറഞ്ഞോ? എനിക്ക് മഴ നനഞ്ഞ വരാത്തതാണ്. മഴ നനഞ്ഞാ വരൂല എന്നിട്ടാണ് ഇപ്പൊ വന്നത്. നമുക്ക് മഴയെ കുളിച്ചേ പറ്റുള്ളൂ. തക്കുടുവേ വാ ഇങ്ങോട്ട്. ശരിയായ ശരിയായി. ഈ ക്വിസ് മത്സരത്തിനൊക്കെ കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ? അതേടി അവൻ പോട്ടേടി. ഇപ്പൊ അവൻ പോയില്ലെങ്കിലേ പഞ്ചായത്ത് മെമ്പറുടെ മോൻ മത്സരത്തിൽ പങ്കെടുത്തില്ല എന്നും പറഞ്ഞ് ആൾക്കാർ അത് പറയും. അമ്മ പോയിട്ട് വരട്ടെ എന്നാ. പോകാം ബാ. എത്ര നേരമായി? പോയിട്ട് അടുത്ത് വരണ്ട, പനി പിടിക്കും. പോട്ടെ. ചേച്ചി എനിക്ക് ഒന്നാം സമ്മാനം അടിച്ചാ ചേച്ചി എനിക്ക് എന്ത് വാങ്ങിച്ചു തരും? നിനക്ക് 2 അടി തരാം. എന്തെങ്കിലും വയ്യാഴിക തോന്നിയാലോ ആവശ്യം വന്നാലും അമ്മേനെ വിളിക്കണം. അമ്മ എടുത്തില്ലെങ്കിൽ അമ്മ തിരിച്ചു വിളിച്ചോളും. വിളിക്കാതിരിക്കരുത് കേട്ടോ. എങ്ങനെ ഒരു ഗുളിക കൂടെ കഴിക്കാം. ഭക്ഷണം കഴിക്കണേ. ഈ പെണ്ണ് ഇറങ്ങിയില്ലേ ലില്ലിയേ? എടീ എന്തോ ദേ വരികേച്ചി. മാമി വന്ന് എന്റെ മറ്റേ പേപ്പർ എന്ത് ദൈവമേ. കഴിഞ്ഞ ദിവസം ഞാനൊരു പേപ്പർ തന്നില്ലേ, കാണിച്ചു തന്നില്ലേ, മറ്റേ പഞ്ചായത്തിൽ പൂരിപ്പിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നത്. എന്റെ തന്നില്ല. നിന്റെ കയ്യിൽ ഉണ്ട്. ഞാൻ പേടിച്ചു പോയി. ലിസ്റ്റ് എഴുതി വെച്ചതാ. വരുവാ മോളെ പോണിട്ടാ. മുത്ത ചേച്ചി പോണേ. ഒറ്റ മിനിറ്റ് ചേച്ചി, എന്റെ ഫോൺ എടുത്തില്ല. ഒരു മിനിറ്റ് കേട്ടാ. ഒരു മിനിറ്റ്. നിനക്ക് ഇച്ചിരി നേരത്തെ റെഡി ആവാൻ പാടില്ലേ? പിന്നെ വന്നല്ലോ. ഇപ്പൊ ഞാൻ 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിയ ഞാനിവിടെ നോക്കി നിൽക്കേണ്ടി വരൂലായിരുന്നോ? എന്തുവാണ് ചേച്ചി ഇത്? എന്തൊക്കെ കാര്യം ഉണ്ടായെന്നറിയോ? എന്ത് കാര്യം? ഏട്ടന് വെളുപ്പാങ്കാലത്തെ പോണായിരുന്നു. ഏട്ടന്റെ കാര്യം എല്ലാം ചെയ്തു. പിന്നെ പിള്ളേര് അവര് ഒരുക്കി ട്യൂഷൻ ക്ലാസ്സിൽ വിട്ട്. പിന്നെ ഒരു ലോഡ് തുണി അലക്കാനുണ്ടായിരുന്നു. ഈ തുണി വന്നിട്ട് കഴിയാ പോരെ? വന്നിട്ട് അലക്കിയിട്ട് ഉണങ്ങി കിട്ടുമോ ചേച്ചി? ഇപ്പൊ ഇത്ര അത്യാവശ്യത്തിനാണെങ്കിൽ കിട്ടേണ്ട തുണി എന്തോ ഉള്ളേ? ഏട്ടന് നാളെ പോവാനുള്ളതായിരുന്നു. അതിപ്പോ 2 ദിവസം മുമ്പേ അലക്കണം, അല്ലാതെ സമയത്തല്ല ചെയ്യേണ്ടത്. ഇങ്ങോട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ട് പോലും അറിയാമോ? അതിപ്പോ പോണ വഴിക്ക് ആ കടയിൽ നിന്ന് പഫ്സും ചായയും കുടിക്കും. ഏത് കടയിന്ന്? രാമേന്ദ്രൻ. ചേച്ചി വരുമോ എന്റെ കൂടെ? ഞാൻ വരില്ല. എനിക്ക് പൂട്ടാൻ പറ്റാത്തൊന്ന് പൂട്ടിക്കേ. എന്നെ കൊണ്ട് ഞാൻ വിളിക്കാം പാടായിട്ട്. ചേട്ടനല്ലേ എപ്പോഴും പൂട്ടണ, എനിക്ക് പൂട്ടാൻ പറ്റുന്നില്ല. ഇപ്പം വല്ലതും പഠിച്ചു ചേച്ചി? ക്വിസ് മത്സരത്തിന് പഠിച്ചാടാ? പഠിച്ചാ മെമ്പറുടെ മോൻ തോറ്റു തുന്നാൻ പാടിന്ന് പറയുമ്പോ എന്നാ താക്കോല് പഠിച്ചാടാ? പഠിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാ? വി.ഡി. സതീഷ്. അപ്പൊ അവൻ പഠിച്ച്. ഞാൻ പറഞ്ഞില്ല എന്റെ മോനല്ലേ. പിന്നെ നമ്മുടെ ദേശീയ പക്ഷിയ ഇന്ത്യയുടെ മയിൽ. നീയാ ഇങ്ങനെ ഹോൺ അടിച്ചോണ്ട് വന്ന? ഞാൻ കരുതി കേബിൾ കാരണായിരിക്കും. അവിടെ ആരും ഇല്ലേ ചേച്ചി? എവിടാ? കനകഞ്ചാന്റെ വീടൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നു. മുത്തും തങ്കം ഉണ്ടായിരുന്നല്ലോ രാവിലെ അവിടെ ഇരിക്കണുണ്ട്. നിനക്കിപ്പോ എന്തോന്ന് അവിടെ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും? ഞാനിപ്പോ എന്ത് ചെയ്യുന്നാണ് ചേച്ചി പറഞ്ഞേ? നീ ഒന്നും ചെയ്യണ്ട. എന്താടാ? അല്ല ചോദിച്ചത്. നീ അങ്ങോട്ട് പോ, ഞാൻ കുറച്ച് വിറവ് കൊടുത്തോണ്ട്.
സേഫ്റ്റിക്ക് ഇത് കൈ ഇരിക്കട്ടെ. തങ്കം ചേച്ചി ചോദിക്കുവാണെങ്കിൽ പറയാലോ മാങ്ങ കൊണ്ടുവരാൻ വന്നേന്ന്. ആരുല്ലേ? ആരുല്ലേ? ഹലോ, ആരുല്ലേ? എവിടെ പേട? ആരുല്ലേ? മര്യാദക്ക് പഠിക്കുമായിരുന്നെങ്കിൽ എന്തെങ്കിലും സമ്മാനം കിട്ടൂലായിരുന്നോ? അമ്മ ഞാൻ നല്ലപോലെ പഠിച്ചതാ. ഞാൻ പഠിച്ചൊന്നും അവര് ചോദിച്ചില്ല, അതാണ് കുഴപ്പം. പിന്നെ നീ പഠിച്ച ചോദ്യം നോക്കി ഇനി അവർക്ക് ചോദ്യം എഴുതാം. ഇനി അടുത്ത മത്സരത്തിന് അമ്മ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഫസ്റ്റ് പ്രൈസ് അടിക്കും. നീ ആരാ അരിശമൂട്ടിൽ അപ്പുകൂട്ടനോ അടുത്ത മത്സരത്തിന് നോക്കാന്ന് പറയാനായിട്ട്? നിന്റെ സമയം കളയാൻ. ഇതാരാ ഇത്? ഇതാ പറയുന്ന തേടിയ വള്ളി കാലി ചുറ്റിയത്. ഞങ്ങൾ തങ്കത്തിനെ കാണാൻ പഞ്ചായത്തോട്ട് വരുമായിരുന്നു. ആണോ? ഞാൻ ദേ ഇവനൊരു മത്സരം ഉണ്ടായി, അതിന് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്കിനി പഞ്ചായത്തിലോട്ട് വരാൻ. എന്തായിരുന്നു? നീ പറ നിന്റെ കാര്യമല്ലോ അങ്ങോട്ട് പറ. എന്താ പറഞ്ഞോ? ഇതാ തങ്ക, ഒന്ന് ഒരു ചെറിയ റെക്കമെൻഡേഷൻ. എന്റെ അടുത്തോ? ഇതിപ്പോ എങ്ങനെയാ? പണി നല്ല സൂപ്പറാ, ഞാൻ ഗ്യാരണ്ടി. അതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് തീരുമാനിക്കാനാ? ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവര് തീരുമാനിക്കും. തങ്ക എനിക്കറിയാത്, പക്ഷെ സ്വന്തം വാർഡിലെ കാര്യത്തിൽ മെമ്പർക്ക് ഇടപെടാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതല്ല അൻസാർക്ക, സത്യം പറയാലോ, ഇത് നമ്മുടെ പാർട്ടിയായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ തീരുമാനം എടുക്കണതാ നല്ലത്. ശരിയാക്കി തരണം. അതാ, അത് തന്നെയല്ലേ ഇപ്പൊ ഇതിന്റെ ഓർഡർ ഒന്നും അല്ല, വർക്ക് ഓർഡർ ആയെന്നാ ഞാൻ അറിഞ്ഞത്. പിന്നെ സർക്കാർ ഓർഡർ ആയിട്ടുണ്ട്. തങ്ക അറിഞ്ഞില്ലേ? ഞാനൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പൊ അറിഞ്ഞാൽ തന്നെ ഇത് നടക്കൂന്ന് എനിക്ക് തോന്നണില്ല. എന്ത് പരിഗണിക്കാൻ? എനിക്ക് ആരുടെയും പരിഗണന വേണ്ട. കൈക്കൂലി ആയിരിക്കുമല്ലേ പരിഗണന എന്ന് പറഞ്ഞത്. കൊള്ളാം. ഇങ്ങനെയുള്ള ഒരു പരിപാടിയായിട്ട് എൻ്റെ അടുത്ത് വന്നേക്കല്ലേ കേട്ടോ. എനിക്ക് ആരുടെയും പരിഗണനയും വേണ്ട, ഒന്നും വേണ്ട. നമ്മളിങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പൊക്കോളാം. സമാധാനമായില്ല നിനക്ക്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, വാ തുറക്കല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഓരോ മണ്ടത്തരങ്ങൾ പറച്ചില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇതിപ്പോ തങ്കത്തിന് കൈക്കൂലി കൊടുക്കുന്ന കണക്കായിപ്പോയില്ലേ? അല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നീ മേപ്പോട്ട് നോക്കിയില്ലേ? ഞാൻ നായർ കടയിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരുമ്പോ പഴംപൊരി വാങ്ങിച്ചിട്ട് വരണം. ഇവിടെ തന്നെ കാണണം. മേപ്പോട്ട് നോക്കിയില്ലേ? കൊള്ളായിരുന്നല്ലേ? കൊള്ളായിരുന്നോ? ഞാൻ അടുത്ത പരിപാടി വരുമ്പോ കൊണ്ടുപോണേ. അടുത്ത പരിപാടി വരുമ്പോ കൊണ്ടുവരും. നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ലല്ലു, മാങ്ങ കൊടുക്കാൻ വേണ്ടിട്ട് വന്നേ. ഇവിടെ മാങ്ങ കിട്ടാതിരിക്കണോ? ഇറങ്ങടാ. നീ എന്തിനീ പെരക്കകത്ത് കയറി? ആന്റി പറയുന്ന ഞാൻ ഇല്ലാത്ത നേരം നോക്കി നീ എന്തിനാ ഈ പെരക്കകത്ത് കയറി? ബഹളം വെക്കും ഞാൻ. എന്റെ കൊച്ചിവിടെ ഒറ്റയ്ക്കാ. സുരചേച്ചി കൂടെ അറിഞ്ഞിട്ടാണ് ഈ പരിപാടി. തങ്ക എന്തറിഞ്ഞിട്ടായി പറയണത്? എന്താണ് കാര്യം എന്നോട് പറഞ്ഞു കൊടുക്കടാ. മുത്തേ, അല്ല ആന്റി, കാര്യം അതൊന്നും അല്ല. സംഭവം ഞാൻ അവിടുന്ന് ആരുല്ലേ? ഹലോ, ആരുല്ലേ? എവിടെ പേട? ആരുല്ലേ? ശരി, നോക്കി. മുത്തേ, 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 ഇവിടെ തിരിച്ച് വെള്ളം എടുത്തോണ്ട് വന്നാണ്. മുത്തേ, പെട്ടെന്ന് കൊണ്ടുവാ. മുത്തേ മോളെ, വെള്ളം ഒഴിക്കടാ.
മുത്തേ നീ പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ചോണ്ടോ, ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പോയിട്ട് വാ. ശരി നോക്കോളെ. മുത്തേ മോളെ. ദൈവമേ. അതൊക്കെ ഹലോ, ആ ക്ലീറ്റോ ചേട്ടാ, ആ മുത്തിന് സുഖമില്ലാണ്ടായി. അല്ലല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ ഞാൻ കൊടുക്കാം. എന്താ മക്കളെ? ഹലോ ഡാഡി. ആ ഇല്ല, അത് BP ലോ ആയത്. ഞാൻ വിളിച്ചായിരുന്നു ഡാഡി, പക്ഷെ കിട്ടിയില്ല. ഇല്ല വരണ്ട കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെയാണ്. ട്രിപ്പൊക്കെ ഇട്ട് ഓക്കെയാണ് ഇപ്പോ. ആ ശരി ഡാഡി. അപ്പൊ ചേച്ചി ഇതില് കറക്റ്റ് സമയവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഗുളിക കഴിക്കാനുള്ള. അത് കറക്റ്റ് ആയിട്ടൊന്ന് കൊടുക്കണം കേട്ടോ. ശരി. അല്ലെങ്കിലും സമയത്തിന് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കൂല. മക്കള് പോയി കിടന്നു കേട്ടാ. എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണേ ആന്റി. ഞാൻ പോയേ കുറച്ച് കഞ്ഞി എടുത്തോണ്ട് വരാം. നീ അതുവരെ ഇവിടെ ഇരിക്കേ. ആ ശരി, വേഗം പറഞ്ഞേ. അമ്മ തങ്കം, ഈ കഞ്ഞി വെച്ച് കൊടുക്ക്. ഇപ്പം ആന്റി കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഞാനിവിടെ വന്നതും ഇവിടെ ഇരുന്നതൊക്കെ തെറ്റാണെങ്കിൽ ക്ഷമിക്ക്. അമ്മ പോയപ്പോ ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എണീച്ചത്. അപ്പൊ അവര് പറഞ്ഞ ലോ BP ആയിരുന്നു, അങ്ങനെ തലറങ്ങി വീണ. എനിക്കൊന്നും ഓർമ്മയില്ല. തങ്കത്തിനെ കുറെ പ്രാവശ്യം വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. റേഞ്ച് ഉണ്ടായിരുന്നില്ല. എന്തായാലും കഞ്ഞി കൊടുത്തിട്ട് ആ ഗുളിയൊക്കെ കൂടെ കൊടുക്കുക കേട്ടാ. ശരി. ഇന്നത്തെ കാലത്തെ ആർക്കും ഉപകാരം ചെയ്യാൻ പാടില്ല. അത് അമ്മക്ക് അവസാനം ഉപദ്രവമായിട്ടേ വരുള്ളൂ. എന്ത് ചേച്ചി, ഒന്നുമില്ലെങ്കിൽ അവർ തൊട്ട് അയൽവക്കം കിടക്കണല്ലേ? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അങ്ങോട്ട് പോവല്ലെന്ന്. അത് പിന്നെ മാങ്ങ എടുത്ത് അവിടെ. എന്തായാലും ഞാൻ പോയോണ്ടല്ലേ ഈ സംഭവം അറിഞ്ഞത്. എന്തായാലും തങ്കാന്റിക്ക് കാര്യം പറഞ്ഞ മനസ്സിലായില്ല, അത് തന്നെ മതി. സുൽ ചേച്ചി. ആ തങ്കം, എങ്ങനെയുണ്ട് മുത്തിനെ? ആ മരുന്ന് കഴിച്ച് കിടക്കുന്ന, കുഴപ്പമൊന്നുമില്ല. ആ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. പോയിട്ട് വരാം. കരിപ്പെട്ടി ഉണ്ടായിച്ചി? ഉണ്ട്, ബാ. പാത്രം. മുത്തിന്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ ചിലപ്പോ ഈ കാര്യങ്ങളുടെ കിടപ്പറഞ്ഞപ്പോഴത്തേന് അമ്മക്ക് ചിലപ്പോ വിഷമായി കാണും. ആഹാരം കഴിക്കണുണ്ടോ നീ? ഓ, മരുന്നൊക്കെ സമയത്തിന് കഴിക്കണേ കേട്ടാ. സമയത്തിന് കഴിക്കണം മരുന്നൊക്കെ. ഓ, ചേട്ടന് വിഷമായോ? എനിക്ക് എന്ത് വിഷമം? മുത്തിന് വിഷമായ? ഞാൻ ഹാപ്പിയാണ്. മുത്ത് ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. എന്നാ ഈ ലല്ലു ചേട്ടൻ ഡബിൾ ഹാപ്പി. പോട്ടാ. Aliens.